ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നേരിയ പ്രതീക്ഷ നൽകിയായിരുന്നു ഇന്നത്തെ ചർച്ചകൾ. ഉച്ചയ്ക്ക് 12:30 NHM ഡയറക്ടർ വിളിച്ച ചർച്ചയിൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കണ്ണുനട്ടിരുന്നവരുടെ കണ്ണു നിറയുന്ന കാഴ്ചയാണ് ഉച്ചയ്ക്ക് കണ്ടത്. പക്ഷേ ആരോഗ്യമന്ത്രി കാണുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പ്രതീക്ഷ ഉയർന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങിയ ചർച്ച വീണ്ടും നീണ്ടു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് മന്ത്രി സമരക്കാർക്ക് മുന്നിൽ വെച്ചത്. 3 ഇരട്ടി വർധന പ്രായോഗികമല്ല എന്ന് മന്ത്രി പറയുന്നു. 26,000 വരുന്ന ആശമാരിൽ 400 പേരെ സമരത്തിനുള്ളൂവെന്നും മന്ത്രി പ്രതികരിച്ചു. അപ്പോൾ 400-ൽ 3 പേർ നാളെ മുതൽ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുകയാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി MA ബിന്ദുവും തങ്കമണിയും ഷീജയും നാളെ മുതൽ നിരാഹാരത്തിലേക്ക് നീങ്ങുന്നു. സർക്കാർ എന്തിനു വിളിച്ചു എന്നതാണ് ചോദ്യം. ഞങ്ങളെ വിളിച്ച് അപമാനിച്ച രീതിയിലാണ് ഇപ്പോൾ ചെയ്തത്. ആദ്യം ഇതെല്ലാം ഓർമ്മയില്ലായിരുന്നോ? എന്നിട്ട് തീരുമാനിച്ചിട്ട് വിളിച്ചാൽ പോരായിരുന്നോ? എത്ര ദിവസമായി? ഇന്നേക്ക് 38 ദിവസമായില്ലേ നമ്മളവിടെ ഇരിക്കുന്നത്. ഇന്നലത്തെ മഴ മൊത്തം കൊണ്ട് ഇടിയും മിന്നലെല്ലാം. അപ്പം തന്നെ നമ്മൾ ഈ മരത്തിൻ്റെ കൊമ്പൊക്കെ വീണ് ഇതിൻ്റെ ഉള്ളിലാവുമെന്ന് വിചാരിച്ചത്. എന്നിട്ട് അവർക്ക് കണ്ണില്ലെങ്കിൽ പിന്നെന്താ? സമരം നിർത്തി പോകുക എന്നു പറയാനാണ് വിളിച്ചത്. ചുരുക്കി പറഞ്ഞ കടം വാങ്ങാൻ ആളില്ല. ഉറപ്പില്ലാത്തൊരു വരുമാനത്തിന് ആരാണ് കടം കൊടുക്കുന്നത്? അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഈ തൊഴിലാളികൾ എത്രയധികം ചൂഷണം അനുഭവിക്കുമ്പോൾ അവർക്കൊക്കെ പല്ലിളിച്ച് കാണിച്ചിട്ട് ഞങ്ങൾ ആലോചിക്കുന്നു. എത്ര ദിവസമായി ഈ പെരുമഴയത്ത് വെയിലത്ത് കിടക്കുന്നു. കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ലഭിക്കുന്ന ഒരു തുക 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയും ഇപ്പോൾ നമ്മളൊരു അതിനോടൊപ്പം തന്നെ അത് സമയബന്ധിതം എന്നുള്ള നിലയിൽ ഇന്ന സമയം മുതൽ കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്കൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ നിലയിൽ അത് സാധിക്കുന്നില്ല. പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്നുള്ളത് അതാണല്ലോ ഗവൺമെൻറ് പരിശോധിക്കുന്നത്. അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു. CPM-ൽ നിന്നും ഡോക്ടർ VPP മുസ്തഫ, മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, BJP-യിൽ നിന്നും ഷാജി രാഘവൻ, ആശാ വർക്കർമാരുടെ പ്രതിനിധിയായി KP റോസമ്മ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഞാൻ റോസമ്മയിലേക്ക് പോകുന്നു. റോസമ്മ, ഇന്ന് ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ റോസമ്മ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ച അല്പം നീണ്ട ചർച്ചയായിരുന്നു. എന്താണ് മന്ത്രി പറഞ്ഞത്? നിങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച മുന്നോട്ട് പോയിരുന്നു, അതോ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന കാര്യമാണോ മന്ത്രി ശക്തമായി പറഞ്ഞത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ പങ്കെടുത്തത്. നിരാശയായിരുന്നു ഫലം. കുറച്ചേറെ പരിദേവനങ്ങൾ പറയാൻ വേണ്ടിയാണ് മന്ത്രി വിളിച്ചത്. കേന്ദ്രം കൊടുക്കുന്നില്ല, കേരളത്തിൽ ഫണ്ടില്ല, ഈ വക കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വിളിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി 38ാമത്തെ ദിവസമെങ്കിലും വീണ്ടും ഒരു ചർച്ചയ്ക്ക് മന്ത്രി വിളിച്ചപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. ഞങ്ങളെല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് പോയത്. അവിടെ ചെന്ന് കുറച്ച് സമയം സംസാരിച്ചു. അവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, മന്ത്രിയുടെ ഒപ്പം മന്ത്രിയുടെ സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പറഞ്ഞതൊന്നും ആശമാരെ ഏശുന്ന വിഷയങ്ങളൊന്നുമല്ല. കേരളത്തിൽ ഫണ്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. നിങ്ങൾ ചോദിക്കുന്ന 3 ഇരട്ടി കാശ്, അതായത് 21,000 രൂപ ഞങ്ങൾക്ക് ഓണറേറിയം തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഈ കേരളത്തിലെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 700 രൂപ ഡെയിലി വേജസാണ് ഇപ്പോഴുള്ളത്. ആ 700 രൂപ ഞങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. ആ ഡിമാൻഡ് ഞങ്ങൾ വെക്കാൻ കാരണമെന്ന് പറയുന്നത് ഇന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ മിനിമം വേതനമാണ് ഈ 700. അതിവിടെ രാജ്യത്ത് നിയമമുള്ളതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതിൽ യാതൊരു തരത്തിലുള്ള അന്യായവുമില്ല, അത് നീതിയും യുക്തവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഡിമാൻഡ് ഫസ്റ്റിൽ വെച്ചത്. രണ്ടാമത് ഞങ്ങൾ വെച്ചത് വിരമിക്കൽ ആനുകൂല്യവും. വിരമിക്കൽ പ്രായം നിശ്ചയിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം നിശ്ചയിക്കണം. പിന്നെ പെൻഷൻ.
ഈ 3 കാര്യങ്ങളിലും ഈ 38 ദിവസം കൊണ്ട് ഞങ്ങൾ അമ്മമാർ ഈ പെരുവഴിയിൽ ചെയ്യുന്ന സമരം കണ്ട് മനസ്സ് സങ്കടപ്പെട്ട് ഞങ്ങളോട് ഒരു അനുരഞ്ജനത്തിന് ശ്രമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന നടപടി, ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉറപ്പാക്കുമെന്നുള്ളൊരു നല്ല വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. അത് തരാൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ തരുമെന്നോ ഒരു വാക്ക് പറഞ്ഞില്ല. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മന്ത്രി പറഞ്ഞു, സമരം ദയവായി ഒന്ന് മാറ്റിത്തരണം, സമയം ദയവായി ഒന്ന് ഒഴിവാക്കണം. ഇതാ മന്ത്രി പറഞ്ഞത്. ശ്രീ VPP മുസ്തഫ, ഇവർ നിരാഹാര സമരം നടത്താനിരിക്കുകയായിരുന്നു. നിരാഹാര സമരത്തിന്റെ തലേ ദിവസം വിളിച്ചു വരുത്തി പരിഹസിക്കുകയാണ്, പ്രഹസന ചർച്ചയാണ് നടന്നത് എന്നാണ് ആശാവർക്കർമാർ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ പ്രതികരിച്ചത്. ഇങ്ങനെയൊരു പ്രഹസനം വേണ്ടിയിരുന്നു. ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ചർച്ച നടത്തി. എന്നിട്ട് ആ ചർച്ച നടത്തിയിട്ട് പറഞ്ഞത് എന്താണ്? സമരം നിർത്തിപ്പോകൂ എന്ന്. ഈ സമരം ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് ആരംഭിച്ചത്. അന്ന് ആരംഭിച്ച സമരത്തിന് 4-ാം ദിവസം തന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. 38 ദിവസം കാത്തു നിന്നിട്ടില്ല, നിരാഹാര സമരം പ്രഖ്യാപിക്കാൻ കാത്തു നിന്നിട്ടില്ല. അതൊക്കെ സമരത്തിൻ്റെ ഇപ്പോൾ 3-ാമത്തെയോ മറ്റോ ഘട്ടമായിട്ടാണ് അങ്ങനെ നിരാഹാര സമരത്തിലേക്കൊക്കെ അവർ പോകുന്നത്. ഈ സമരത്തിൻ്റെ ആദ്യഘട്ടം അവരെങ്ങനെയാണോ പ്രഖ്യാപിച്ചിരുന്നത് ആ ഘട്ടത്തിൽ തന്നെ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചതായിരുന്നു. സമരം ആരംഭിച്ച് 4-ാമത്തെ ദിവസം ഫെബ്രുവരി 14-ാം തീയതി നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഉദ്യോഗസ്ഥർ സമരക്കാരുമായിട്ട് ചർച്ച ചെയ്തു. അവരുടെ ആവശ്യപ്രകാരം തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 15-ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും സമരക്കാരുമായിട്ട് ചർച്ച ചെയ്തു. അതുകൊണ്ട് സമരം എന്തെങ്കിലും ഒരു പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഫെബ്രുവരി 14-നും 15-നും തുടർച്ചയായ ദിവസങ്ങളിൽ ചർച്ച നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. അന്ന് ഇങ്ങനെ ഒരു മാധ്യമങ്ങൾ പോലും ഇവരുടെ സമരത്തിന് ആ ദിവസങ്ങളിൽ ഫെബ്രുവരി 10-ന് ആരംഭിച്ച സമരത്തിന് ഫെബ്രുവരി 14-നും 15-നൊന്നും ഇന്ന് കാണുന്നത് പോലെ ഒരു മീഡിയ കവറേജും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുകയും 2 ദിവസങ്ങളിലായിട്ട് ഉദ്യോഗസ്ഥരും മന്ത്രിയും മാറി മാറി സമരക്കാരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രഹസനം കാണിക്കാനാണെങ്കിൽ അന്ന് തന്നെ അങ്ങനെ ഒരു ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആവർത്തിക്കുന്നു, അന്ന് മീഡിയ കവറേജ് ഇത്ര പോലെയും സമരത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്നത് അവഗണിച്ച് വിടുകയല്ലേ വേണ്ടിയിരുന്നുള്ളൂ. അന്ന് അങ്ങനെ ഒരു ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് സമരത്തെ ഏറ്റവും ഗൗരവമായിട്ട് തന്നെയാണ് കണ്ടത്. അതുകൊണ്ടാണ് നാഷണൽ ഹെൽത്ത് മിഷനിലെ മേധാവികളും ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഇപ്പോൾ ഈ 38 ദിവസത്തിനിടയിൽ 4 റൗണ്ട് ഈ സമരക്കാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളൂ. 4 റൗണ്ട് ചർച്ച നടന്നു. പ്രഹസനമാക്കാനാണെങ്കിൽ അങ്ങനെ 4 റൗണ്ട് ചർച്ച നടക്കേണ്ട കാര്യമില്ല ഈ 38 ദിവസത്തിന്. അല്ലെ, 38 ദിവസത്തിനിടയിൽ എത്ര പ്രാവശ്യം ചർച്ച നടത്തിയെന്നുള്ളതല്ലോ ശ്രീ VPP മുസ്തഫ. ഈ ചർച്ചയിൽ ഇവർക്ക് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണല്ലോ പ്രധാനം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യം പറയാൻ വേണ്ടി അവരെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ. അതല്ലാതെ തന്നെ പുറത്ത് പറയുന്നുണ്ടല്ലോ. സമരക്കാർ ഇന്നിപ്പോൾ നടന്ന ചർച്ചയുടെ കാര്യങ്ങൾ, ആ ചർച്ച കഴിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമരത്തിൻ്റെ ആളുകൾ പറയുന്നത് പോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ചർച്ച രാവിലെ 12:30 നടന്നു. അത് ഉദ്യോഗസ്ഥന്മാരുടെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുമായിട്ടായിരുന്നു ചർച്ച. ആ ചർച്ചയിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ടാണ് ഉടനെ തന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് മന്ത്രിയുമായിട്ടുള്ള ചർച്ച നടത്തിയത്. മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ആദ്യം മന്ത്രി ഒരു ബ്രീഫിംഗ് നടത്തി. തുടർന്ന് സമരത്തിൻ്റെ ഈ സംഘടനയുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറും അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നിലപാടുകൾ വിശദീകരിച്ചു. തുടർന്നാണ് വീണ്ടും ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഈ ചർച്ചയുടെ ആത്യന്തിക ഫലം എന്ത് എന്നുള്ളതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ VPP മുസ്തഫ, കഴിഞ്ഞ 16-ൽ ചർച്ച ചെയ്ത അതേ കാര്യങ്ങൾ ഇന്ന് NHM ഡയറക്ടർ ആവർത്തിച്ചു. അതേ കാര്യങ്ങൾ ആരോഗ്യമന്ത്രിയും ആവർത്തിച്ചു. അപ്പോൾ ജനാധിപത്യപരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചത് എന്നാണ് പറയുന്നത്. ജനാധിപത്യപരമായിട്ട് ഈ സമരത്തെ കണ്ടിട്ടേയില്ലല്ലോ. കാരണം ഈ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും എങ്ങനെയൊക്കെയാണ് ഇവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സമരം ഇന്നും മന്ത്രി പറയുന്നു 26,000 ആശമാരിൽ 400 പേർ മാത്രമാണ് സമരത്തിനെന്ന്. ആ 400 പേർ എന്നൊരു തുച്ഛമായ കണക്കാണെങ്കിൽ ആ കണക്കിൽ പെടുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവർ സമരം ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ ആ സമരം പിൻവലിക്കാൻ എന്തിനാ ആവശ്യപ്പെടണം?
ഈ 400 പേരെ പുച്ഛിക്കുകയും ആശമാർ ബാക്കി എല്ലാവരും പണിയെടുക്കുന്നുണ്ട്, ആ ജോലി ഒരു തരത്തിലും തടസ്സപ്പെടുന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ചർച്ചയ്ക്ക് വിളിച്ചത്? ആ 400ന്റെ കണക്കിപ്പോൾ പറയുന്നതിന് അടിസ്ഥാനം എന്താണ്? അപ്പോൾ ഈ വിഷയം എത്രത്തോളം അനുതാപപൂർവ്വം പരിഗണിക്കുന്നുണ്ട്? ഒരാളെയും പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ ശരിയായ നിലയിലാണ് ചർച്ചയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. വിവിധ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങളെക്കുറിച്ചെല്ലാം ഈ 4 ഘട്ടങ്ങളിലായിട്ട് നടന്ന ചർച്ചയിൽ സംസാരിച്ചിട്ടുണ്ട്. ജോലിഭാരമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ ഒരു പ്രശ്നം. ആ ജോലിഭാരത്തിൻ്റെ കാര്യം ആദ്യം നടന്ന ചർച്ചയിലും ഇന്നത്തെ ചർച്ചയിലും സംസാരിച്ചു. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഗൈഡ് ലൈൻ അപ്പുറത്ത് സംസ്ഥാന സർക്കാരോ ആരോഗ്യവകുപ്പോ സ്റ്റേറ്റ് ഹെൽത്ത് മിഷനോ എന്തെങ്കിലും വലിയ ജോലി ഭാരം ഏൽപ്പിച്ചിട്ടുണ്ടോ അത് പരിശോധിക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർക്ക് പ്രത്യേകം ഇപ്പോൾ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഗൈഡ് ലൈനിന് പുറത്ത് ഇന്ന കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സ്ക്ലൂസീവ്ലി ഇവരുടെ മേൽ ഒരു ജോലി ഭാരം പോലെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് വന്നിട്ടില്ല. 2, ഇവരുടെ റിട്ടയർമെൻറ്റ് പ്രശ്നം പറഞ്ഞിരുന്നു. ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് പ്രായമേ ഇല്ല. ആരോഗ്യമുണ്ടെങ്കിൽ, പണിയെടുക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ അവർക്ക് അത്രയും കാലം തുടരാം. നേരത്തെ കാസർഗോഡ് ജില്ലയിലാണ് 62 വയസ്സായപ്പോൾ ഒരാൾ പിരിഞ്ഞു പോകണം എന്ന് അന്നത്തെ സർക്കുലർ വെച്ചിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നത്. അന്ന് തന്നെ ഗവൺമെൻറ് ഇടപെടുകയും അവർ കാസർഗോട്ടെ ആ ആശ പിരിഞ്ഞു പോകേണ്ടതില്ല എന്ന് നിലപാടെടുക്കുകയും അവരിപ്പോഴും 62 വയസ്സ് കഴിഞ്ഞിട്ടും ഈ സേവനം തുടരുകയും ചെയ്യുന്നുണ്ട്. ആ വിഷയം ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻസെൻറ്റീവിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഓണറേറിയത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ശരിയായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് എന്താണോ ഇവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അതെല്ലാം ഗൗരവമായ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ചർച്ച ചെയ്തു. പക്ഷേ ഒന്നും ഇപ്പോൾ നടപ്പാക്കാൻ കഴിയില്ല, ഇതാണ് അവരോട് പറയുന്നത്. അതുകൊണ്ടാണ് അവർ നിരാഹാരത്തിലേക്ക് പോകുന്നത്. ഷിബു മീരാൻ, ഇതിപ്പോൾ ഇടത് സർക്കാരുകൾ വന്ന ഘട്ടത്തിലാണ് എല്ലാ തവണയും അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായി UDFന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് ആരോഗ്യമന്ത്രി അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വിഷയത്തിൽ കൃത്യമായി വർധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടത് സർക്കാരാണ് എന്ന് മന്ത്രി വാദിക്കുകയാണ്. മന്ത്രി ഇപ്പോൾ അധിക്ഷേപകരമായി ആശാവർക്കർമാരോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ശ്രീ VPP മുസ്തഫ. ഇനി അത് ആ രൂപത്തിലാക്കരുത്. ഇടത് ക്യാമ്പിൽ നിന്നും CITU നേതാക്കളിൽ നിന്നും വന്ന പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആശാവർക്കർമാരുടെ സമരത്തെ ഏതൊക്കെ രീതിയിലാണ് അധിക്ഷേപിച്ചത്. ഈർക്കിൽ സംഘടന എന്നും പാട്ട പിരിക്കുന്നവർ എന്നും പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെയാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യപരമായിട്ടല്ല ഈ സമരത്തെ ആദ്യം നേരിട്ടത് എന്ന്, ജനാധിപത്യപരമായ രീതിയിലല്ല എന്ന്. ശരി, ഷിബു മീരാൻ, UDFന്റെ കാലത്ത് കൂട്ടാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ LDF സർക്കാരുകൾ പല ഘട്ടങ്ങളിലായി പരിഗണിച്ചിട്ടുള്ളത്. മറുപടി. തീർച്ചയായും സ്മൃതി, ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള ചർച്ച ഞാൻ നേരെ ആദ്യം സ്മൃതിയുടെ ചോദ്യത്തിന് മറുപടി പറയാം, പിന്നീട് മറ്റു ചില കാര്യങ്ങൾ കൂടി എന്നെ പ്രതികരിക്കാൻ അനുവദിക്കണം. ഇപ്പോൾ UDFന്റെ ഗവൺമെൻറ് നമുക്കറിയാം, കേരളത്തിൽ അവസാനമായി ഒരു UDF ഗവൺമെൻറ് ഉണ്ടായിരുന്നത് ഏതാണ്ട് 10 വർഷം മുൻപാണ്. 10 വർഷം മുൻപ് ആ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാകുമ്പോൾ, അതായത് 2016-ൽ 2007 ആരംഭിച്ചൊരു 9 വർഷക്കാലമാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലാവധി തീരുന്നവരെ ആശമാർ കേരളത്തിൽ പ്രവർത്തനം നടത്തിയത്. അതിൽ 4 വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്നത് VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. നമുക്ക് ആ നാൾ വഴി പരിശോധിക്കാം. ഈ ഗവൺമെൻറ് പിന്നെ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കാലത്ത് ഈ പദ്ധതി വരുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു ഉത്സവ ഭത്തയോ മറ്റോ ആണ്. പിന്നീട് ആ ഗവൺമെൻറ്റിൻ്റെ 2010-ലോ മറ്റോ ഇവർക്കൊരു പ്രതിമാസ ഓണറേറിയം എന്ന നിലക്ക് 300 രൂപ തീരുമാനിക്കുന്നു. എന്നാൽ ഇവരത് കൊടുക്കുന്നില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് 2011-ൽ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ വക ഒരു 200 കൂടി വർദ്ധിപ്പിച്ച് 500 ആയി അത് വിതരണം ചെയ്യുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ശരിയാണ്, ഇവർക്ക് 1000 രൂപയെ സാലറി ഉണ്ടായിരുന്നു. പക്ഷേ അന്നും ഇന്നും തമ്മിലുള്ള ഇവരുടെ ഒരു ജോലിയുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം നമ്മൾ പരിഗണിച്ചു പോകണം. ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു ഘട്ടത്തിലായതുകൊണ്ട് ജോലി ഭാരം കുറവായിരുന്നു. സ്വാഭാവികമായും മറ്റു വരുമാന മാർഗ്ഗങ്ങളൊക്കെ തേടാൻ കഴിയുന്ന സാധ്യതകൾ ആശമാരുടെ മുന്നിലുണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ ഒരു ജീവിത തെളിവ് അന്നിപ്പോൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇവർ ആശ ഒരു ദിവസം ചുരുങ്ങിയത് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നു ഈ വാർഡ് മുഴുവൻ കറങ്ങാൻ. അന്ന് 1 ലിറ്റർ പെട്രോളിന് 60 ഉറുപ്പികയുള്ളൂ, ഇപ്പോൾ 105 ആയി. ഈ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. 2016-ൽ ഇവർ വരുന്നു, 2021-ൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരിങ്ങനെ ഒറ്റയടിക്ക് 3 ഇരട്ടിയൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കാൻ പറഞ്ഞാൽ ഞങ്ങളിത് എവിടെ നിന്നെടുത്ത് വർദ്ധിപ്പിക്കാനാണ്? ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇവർക്കൊരു ബേജാറില്ലേ? ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവർക്ക് അറിയില്ലേ എന്ന മട്ടിലാണല്ലോ ഇന്ന് ആരോഗ്യമന്ത്രി. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, 2021-ൽ ഈ പ്രതികരണ പത്രിക പുറത്തിറക്കുമ്പോൾ അതിൽ ഈ ആശമാർക്ക് ഞങ്ങൾ 21,000 രൂപ വെച്ച് കൊടുത്തേക്കാം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കും കേരളത്തിലെ LDFനും ഈ പറയുന്ന 3 ഇരട്ടിയുടെ 5 ഇരട്ടിയുടെ പ്രശ്നമൊന്നും അന്നുണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ പ്രകടന പത്രികയിലെ പൂർത്തിയാക്കാൻ ഇനി 1 വർഷം കൂടിയുണ്ട്, അടുത്ത വർഷം നോക്കാം.
അടുത്ത വർഷം പൂർത്തിയാക്കാമെന്നല്ലോ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ എന്നാണല്ലോ സ്മൃതി പ്രകടനപത്രികയുടെ അർത്ഥം. അടുത്ത വർഷം ഇവരൊരു ബജറ്റ് അവതരിപ്പിച്ചാൽ ആ ബജറ്റ് ഒരു ഇടക്കാല ബജറ്റിലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പിന്നെ 2 മാസം കഴിഞ്ഞ് സംസ്ഥാനം പോകുമ്പോൾ ഇവർ പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? ഇത് ഈ BJP പറയുന്നൊരു പണിയുണ്ടല്ലോ, അതിന് ചുനാവി ജുംല എന്നാണ് പറയുക. നിങ്ങളെ അക്കൗണ്ടിൽ 15 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ പണ്ടൊരിക്കൽ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചുനാവി ജുംലയല്ലേ, അതൊക്കെ നിങ്ങൾ എന്തിനാ സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് എന്ന മട്ടിൽ ഈ 21,000 രൂപയുടെ വാഗ്ദാനവും ഒരു ചുനാവി ജുംലയായിരുന്നു. ഇനി ഒരു ചർച്ചയുടെ എണ്ണമാണ്. ഇപ്പോൾ ഞങ്ങൾ 4 വട്ടം ചർച്ച നടത്തിയിരിക്കുന്നു. ഇന്ന് ആരോഗ്യമന്ത്രി പറയുകയാണ് 11:30 ഒരു മീറ്റിംഗ് കൂടി ഒഴിവാക്കിയിട്ടാണ് 1 മണിക്കൂർ 40 മിനിറ്റ് ഞാനിവരെ കേട്ടത് എന്നാണ്. എന്തോ വലിയ ഔദാര്യം ചെയ്യുന്ന മട്ടിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി തൊഴിലുടമയും തൊഴിലാളികളും ഒരു ചർച്ച നടക്കുമ്പോൾ ഈ ചർച്ചയ്ക്കിരിക്കുന്ന തൊഴിലുടമയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ലേബർ ഡോണറുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണല്ലോ. ഇവരാകെ 26,400 പേരല്ലേ ഉള്ളൂ. ഇന്നലെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി വരെയാണ് ഈ കൂട്ടത്തിലുള്ളത് മുഴുവൻ SDPI-ക്കാരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവിടെ ഈ കേന്ദ്രത്തിൻ്റെ പണിയാണെന്നേ. അവർ തീവ്രവാദികൾ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇവർ ഈ സമരക്കാരെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നത് ഈ SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പേരാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവർ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിൻ്റെ ഒരു കാര്യം ഇപ്പം ഇന്നൊന്നും ഇവർ പറഞ്ഞു കണ്ടില്ല. കേന്ദ്രത്തിൽ നിന്നെന്തോ കൊട്ടപ്പടി കിട്ടാനുണ്ട് എന്നാണ്. സുവർണാവസരം ലഭിച്ചില്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്? അദ്ദേഹത്തിൻ്റെ ഒരു സീനിയോറിറ്റി പരിഗണിച്ചതാ കേന്ദ്ര ധനകാര്യമന്ത്രി അദ്ദേഹത്തെ ഇങ്ങോട്ട് വന്ന് കണ്ടിരിക്കുന്നു എന്നാണല്ലോ ഇന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. ഇതല്ലാത്ത ബാക്കി വിഷയങ്ങളൊക്കെ സംസാരിച്ചു. എന്താ ഇവരുടെ കാര്യം അവിടെ അവതരിപ്പിച്ചില്ല? അപ്പോൾ ഇവരുടെ സമരത്തോടുള്ള മനോഭാവം വളരെ കൃത്യമാണ്. ഒന്ന്, ഇവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുക, സംസ്ഥാന ദ്രോഹികൾ എന്ന് വിളിക്കുക. രണ്ടാമത്തേത്, ഇവരാവശ്യപ്പെടുന്ന മിനിമം കൂലി എന്ന ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു 3 ഇരട്ടി വർധനയൊന്നും ഇപ്പം സാധ്യമല്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞ വാക്ക്, ആശമാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ന് യഥാർത്ഥത്തിൽ വീണ ജോർജ് നടത്തിയിട്ടുള്ളത്. അങ്ങേയറ്റം ധിക്കാരപരമായ ഒരു സമീപനമാണിത്. ശരി, 21,000 കൊടുക്കാൻ കഴിയില്ല, അവിടെ ഉണ്ടല്ലോ സ്മൃതി ഒരു നെഗോഷിയേഷൻ. ഇവർക്ക് കൂട്ടി കൊടുക്കാൻ കഴിയുന്ന ഒരു തുക ഇവർ കൂട്ടി കൊടുക്കണ്ട. ഇവർ പറഞ്ഞ വാക്കാണല്ലോ, അത് നടത്താൻ ഇവർക്ക് എന്താ ഒരു പ്രയാസമുള്ളത്? 1,000 രൂപ ഇവരുടെ ശമ്പളം വർദ്ധിച്ചാൽ ഇവർ 26,000 പേരല്ലേ, ഒരു മാസം 26 കോടിയെ കണ്ടെത്തേണ്ടു. ഒരു വർഷം 150 കോടിയിൽ 1000 രൂപ നമുക്ക് ഇവർക്ക് കൂട്ടി കൊടുക്കാൻ കഴിയും. അത് കൊടുക്കരുതാത്ത എന്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തിനുള്ളത്? ആശമാർ ചോദിക്കുന്നത് ന്യായമല്ല. ഇവരുടെ സമരം ആരംഭിച്ചതിന് ശേഷമല്ലേ PSC-ക്കാർക്ക് KV തോമസിന് വാരിക്കോരി ഇവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ധൂർത്തിന് മുഴുവൻ പണമുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യർ, 2ാം പിണറായി സർക്കാർ ഏറ്റവും മേനുപൂരം പറഞ്ഞ കോവിഡ് പ്രതിരോധ കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നപ്പോൾ, ഈ കേരളം നിശ്ചലമായപ്പോൾ, ഈ കേരളത്തിൻ്റെ തെരുവുകളിൽ ഈ പൊരിവെയിലും പെരുമഴയും ഒക്കെ കൊണ്ട് കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി ചാവേറുകളെ പോലെ പണിയെടുത്ത ഈ മനുഷ്യർ അവരുടെ അതൊക്കെ അന്ന് ചെയ്തു. പക്ഷേ ഇപ്പോൾ ദേശീയ ഗൈഡ് ലൈനിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ജോലി കേരളത്തിലെ ആശമാർക്ക് ചെയ്യേണ്ടി വരുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ശ്രീ ഷാജി രാഘവനിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ഞാൻ റോസമ്മയിലേക്ക് അത് ചോദിക്കാൻ പോവുകയാണ്. റോസമ്മ, നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ ഒട്ടും ജോലി അധികമില്ല. നിങ്ങളുടെ ജോലി ഭാരത്തെക്കുറിച്ചാണല്ലോ ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കൃത്യമായ സമയം നിശ്ചയിച്ചിട്ടില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി പോകുന്ന രൂപത്തിൽ പല പണികളായി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. കാര്യമായ ജോലിയൊന്നും നിങ്ങൾക്കിപ്പോൾ വലിയ രൂപത്തിൽ ചെയ്യേണ്ടി വരുന്നില്ല. മാത്രമല്ല, വേണമെങ്കിൽ മറ്റു തൊഴിലെടുക്കാനും സാധിക്കും എന്നൊക്കെയാണെന്ന് മന്ത്രി വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ അതാണോ സത്യാവസ്ഥ? ഇത് യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കാര്യം ഞങ്ങൾ NHM ആശ എന്ന് പറയുന്ന പ്രോജക്റ്റ് വിഭാവനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് ജോലിഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു ദിവസം 1 മണിക്കൂർ. അതിനുശേഷം 2008 മുതൽ ഓരോ വർഷം കടന്നു വരുന്നതോറും ജോലിയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശരിക്കും ഒരു ആശാവർക്കർ എന്ന നിലയിൽ, ആശാപ്രവർത്തക എന്ന നിലയിൽ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ശനിയില്ല, ഒരു സെക്കൻഡ് സാറ്റർഡേ ഇല്ല, ഒരു സൺഡേ ഇല്ല, ഒരു ഓണമില്ല, ഒരു വിഷു ഇല്ല, ഒരു ക്രിസ്മസ് ഇല്ല, ഒരു ഈസ്റ്റർ ഇല്ല, ഒരു റംസാൻ ഇല്ല. യാതൊരു തരത്തിലുള്ള ഒഴിവുകളും ഞങ്ങൾക്കില്ല. ശരിക്കും പറയുവാണെങ്കിൽ അന്ന് 1000 പോപ്പുലേഷന് ഒരു ആശ 250 വീട്. ഇന്ന് എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, എൻ്റെ കാര്യം പറയേണ്ടതല്ല ഇവിടെ വിഷയം, ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം പറയേണ്ടതാണ്. ഒരു എക്സാമ്പിളിന് മാത്രം, എനിക്ക് ഒരു വാർഡിലാണ് ഒരാശ. എനിക്ക് 538 ഡൊല്ലിംഗ് ഹൗസും 2136 പോപ്പുലേഷനും ഉണ്ട്.
എനിക്ക് മാത്രമല്ല എൻ്റെ CHSE തന്നെ 6 ആശമാർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഇത്രയും വീടുകൾ ഒരു മാസം കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ എന്ന് പറയുമ്പം പാലിയേറ്റീവ് പേഷ്യൻ്റ്, 0 to 5 കുട്ടികൾ, DMHP പേഷ്യൻ്റ്, ഇങ്ങനെയുള്ള നിരവധി പേരുകൾ, കിടപ്പ് രോഗികൾ പ്രത്യേകം സെക്ഷൻ തിരിച്ചുണ്ട്. അവരെ കൃത്യമായും ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഗർഭിണികളുടെ പരിചരണം, ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സാധാരണ പോലെയല്ല. ഒരു ഗർഭിണിയെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരുടെ വെയിറ്റ് അറിയണം, അവരുടെ ഹൈറ്റ് അറിയണം, അവരുടെ BP അറിയണം, അവരുടെ HB അറിയണം, അവരുടെ ബർത്ത് അറിയണം, ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ എന്നറിയണം. വിവാഹ ദിവസം തൊട്ട് അവർ എന്നാണോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരെ പറ്റി കൃത്യമായിട്ട് അറിയണം. അതുപോലെ തന്നെ 0 to 5 പോപ്പുലേഷൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഫീൽഡിൽ പോയി വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ റിപ്പോർട്ടാക്കി അയക്കാൻ തന്നെ രാത്രി ഒരു 12 മണി വരെയും വേണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പിൻവലിച്ചു എന്ന് മന്ത്രി പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഈ ജോലികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കിടക്കാൻ തന്നെ എന്തുമാത്രം സമയമാവുന്നുണ്ടെന്നറിയാമോ? ഇതിനിടയിലാണ് ഇന്നിപ്പം ആരോഗ്യമന്ത്രി പറഞ്ഞു ഇഷ്ടമുള്ള ജോലിക്ക് പോകാം. ഞങ്ങൾ എപ്പോഴാണ് ഇഷ്ടമുള്ള ജോലിക്ക് പോകുന്നത്? ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത് ശരിക്കും ആരോഗ്യമന്ത്രിക്ക് കൃത്യമായിട്ടറിയാം. ഇത് വിഭാവനം ചെയ്തിരിക്കുന്ന NHM ഡയറക്ടർക്കും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ടറിയാം. ഇവർ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഇവർ ശരിക്കും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ന്യായമാണെന്നും അത് ശരിയായ രീതിയിൽ ന്യായമായ ഉത്തരം പറയണമെന്നും അവരുടെ ആവശ്യം ന്യായീകരിക്കത്തക്കതാണെന്നും ന്യായമായ ആവശ്യം അവർക്ക് അംഗീകരിച്ചു കൊടുക്കണമെന്നും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയാം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും അറിയാം. ഇത് ഞങ്ങൾ ഈ കഴിഞ്ഞ 38 ദിവസം കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും കാര്യമുണ്ടായിട്ടില്ല എന്നാണല്ലോ നമ്മുടെ മുല്ല യാഥാർത്ഥ്യം. ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പണം നൽകാത്തത് കൊണ്ടാണ്, കേന്ദ്രമാണ് കനിയേണ്ടത്, കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത്, ഇത് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുകയാണ്. ഇന്നും അത് തന്നെയാണ് ചർച്ചയ്ക്കെത്തിയിരിക്കുന്ന ആശാവർക്കർമാരോട് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ടല്ലോ. ഇപ്പോൾ ഇൻസെന്റീവ് കൂട്ടുമെന്നുള്ള വാഗ്ദാനം അടക്കമുണ്ട്. അതിപ്പോൾ ഇവരുടെ ഈ പ്രശ്നം കണക്കിലെടുത്ത്, അവർ ഇപ്പോൾ തെരുവിലാണ് എന്ന വിഷയം കണക്കിലെടുത്ത് അവിടെ ഇപ്പോൾ നിങ്ങൾ അടിക്കടി വരുന്നുമുണ്ട്. അത് വേഗത്തിലാക്കുമോ? അതിനൊരു കൃത്യസമയം പറയാൻ പറ്റുമോ? ഇതാ ഇൻസെന്റീവ് ഇതാ കൂട്ടാൻ പോകുന്നു, ഇന്ന ദിവസം മുതൽ നിങ്ങൾക്ക് കൂട്ടിത്തരികയാണ് എന്ന്? അല്ല, കേരളത്തിലെ ആശമാരുടെ സമരം ഇന്ന് 38 ദിവസമാകുമ്പോൾ ഒരു കാര്യം കേരളത്തിന് വ്യക്തമായി. അതായത് സമരത്തിൻ്റെ തുടക്കം മുതൽ കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് ആരോഗ്യമന്ത്രിയും നിയമസഭയ്ക്ക് പുറത്ത് CPMൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അതെന്തായിരുന്നു? ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി പറയും, ഞാനിവിടെ വരാം, ഡൽഹിയിൽ പോകാൻ നമുക്ക് സമരമെന്ന്. ഇന്ന് അതിൽ നിന്നൊക്കെ ഇവർ ഒരുപാട് പിന്നോട്ട് പോയില്ലേ? ശരിക്കും 38 ദിവസമായ സമരത്തെ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നവർ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇവരെ വിളിക്കുമ്പോൾ, ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞ 2 കാര്യങ്ങൾ, പ്രധാനമായിട്ടും അവർ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അവരോട് പറഞ്ഞു ഈ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഗവൺമെൻറ് പാപ്പരാണ്, ഈ ഗവൺമെൻറ്റിന് എടുത്തു തരാൻ പൈസയൊന്നുമില്ല എന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ആൾ പറയുന്നത്. എന്തായിരുന്നു ബഡ്ജറ്റിൻ്റെ പ്രിമാഫേസിൽ ആമുഖത്തിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞത്? സംസ്ഥാനം എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി കഴിഞ്ഞിരിക്കുന്നു, ടേക്ക് ഓഫിൻ്റെ റൺവേയിൽ ഗവൺമെൻറ് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? എന്തേ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പുതിയ വെളിപാട് വരുന്നത്? ഇത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ആശാവർക്കർമാർ കേരളത്തിൽ എന്തുകൊണ്ടായി ഡിമാൻഡ് വെച്ചത്? ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ സൂചിപ്പിച്ചു. കാരണം 2021 പ്രകടന പത്രികയിൽ ഈ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ വേതനം 21,000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് ഈ ഗവൺമെൻറ്റല്ലേ, LDF അല്ലേ ഇവർക്ക് ഉറപ്പ് കൊടുത്തത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവർ ഈ ചോദ്യം ചോദിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്നിപ്പോൾ അവർ പറയുന്നത് ഇതെടുത്തു തരാൻ വേണ്ടി അവർ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള തൊഴിൽ അല്ലെങ്കിൽ മറ്റു തൊഴിലും കൂടി ഇതിന് പാരലായിട്ട് ഇതിന് സമാന്തരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നൊരു എന്താ പറയുക, ആ തരത്തിൽ പറഞ്ഞിട്ട് ഇവരുടെ സമരത്തെ ലഘൂകരിക്കാനോ, അല്ലെങ്കിൽ പിന്നീട് വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, നിങ്ങൾ 10,26,000 പേരിൽ 400 പേര് മാത്രമേ സമരത്തിനുള്ളൂ എന്നുള്ളത്. എന്താണ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിലപാട്?
അത് VPP മുസ്തഫ ഈ മീറ്റിങ്ങിൽ ഈ ചർച്ചയിൽ പറയണ്ടേ? നിങ്ങളുടെ നിലപാടെന്താ ഇക്കാര്യത്തിൽ? കേരളത്തിലെ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അബദ്ധം പറ്റി ഞങ്ങൾ 21 പ്രകടന പത്രികയിൽ പറഞ്ഞത് തെറ്റായിപ്പോയി. കേരളത്തിലെ ആശാ വർക്കർമാർക്കും സമാന്തരമായിട്ട് അല്ലെങ്കിൽ സമാനമായി തൊഴിൽ ചെയ്യുന്നവർക്കും നിലവിൽ കൊടുക്കുന്ന വേതനം തന്നെ ധാരാളമാണ്. ഇനി കൂട്ടിക്കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഇത് പറഞ്ഞാൽ പോരെ? ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങളത് പറയൂ. അത് പറയുന്നതിന് പകരം നിയമസഭയിൽ വന്ന് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി പച്ചക്കള്ളം പറയുക, CPMൻ്റെ നേതാക്കന്മാർ പച്ചക്കള്ളം പറയുക. എന്തായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം പണം കൊടുക്കാനുണ്ട്, കിട്ടാത്തത് കൊണ്ടാണ് തരാത്തതെന്നാണ്. എന്തേ കേന്ദ്രത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ കേരളത്തിലെ MP മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP ആശാവർക്കർമാരുടെ വിഷയം ഉന്നയിക്കുമ്പോൾ അതിൽ BJPയുടെ ഉൾപ്പെടെയുള്ള MP വളരെ കൃത്യമായ മറുപടി ഈ രാജ്യത്തിൻ്റെ ആരോഗ്യമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? ആശാവർക്കർമാരുടെ അവരുടെ ആവശ്യം, അവരുടെ നിവേദനം അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് അതിന് കാതലായിട്ടുള്ള കാമ്പുള്ളതാണ്, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിന് അനുകൂലമായ നിലപാടെടുക്കും. സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ളത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം എടുക്കും എന്ന് കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പന്ത് സ്റ്റേറ്റിൻ്റെ കോർട്ടിലാണ്. നമുക്കറിയാം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഫണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനവുമാണ് അവരുടെ റിക്വയർമെൻറ്റ് ചോദിക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ തന്നെ തൊഴിൽ കൊടുത്ത്, അവർ തന്നെ അപ്പോയിൻറ്റ് ചെയ്ത്, അവർ തന്നെ തൊഴിൽ സമയം നിശ്ചയിച്ച്, അവർ തന്നെ പണി കൊടുത്ത്, അവർ തന്നെ വേതനവും നിശ്ചയിച്ച് പ്രവർത്തിക്കുന്ന ഒരു 26,000 പേരാണ് കേരളത്തിലുള്ളത്. അവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ ചെയ്യാൻ സാധിക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം ചെയ്യേണ്ടത് ഈ രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളും ചെയ്തതുപോലെ നമുക്കറിയാം. ഇന്നിപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ഇവർക്ക് പ്രസവ അവധിയുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്, ഇവർക്ക് PF കൊടുക്കുന്ന സ്ഥലമുണ്ട്, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും ഉണ്ടെന്നേ. അതിനനുസൃതമായി കേരളം ഇവരുമായി ചർച്ച ചെയ്യുമ്പോൾ ആ പോയിന്റുകളാണ് ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം നിഷേധാത്മക നിലപാടെടുത്തിട്ട് അടിയന്തരമായ ആരോഗ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? ഇവരെ വിളിച്ച് ഇവരുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാവണം. അതിനാദ്യം വേണ്ടത് സമരം നടത്തുന്ന 400 പേരോ 4 പേരോ എന്നുള്ളതല്ല. പാവപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞ 38 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പൊരിവെയിലത്തും പെരുമഴയത്തും നടത്തുന്ന സമരത്തെ നിഷേധാത്മകമായ സമീപനത്തോടുകൂടി സമീപിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ആ പഴി മുഴുവൻ കേന്ദ്രത്തിൻ്റെ തലയെ കെട്ടിവെക്കുക. എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നേ. നിങ്ങൾക്ക് സേവനങ്ങൾ കൂട്ടിക്കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആരോഗ്യകരമായ ചർച്ച നടത്തുക. കേരളത്തിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് കേന്ദ്രത്തിന് മുമ്പിൽ വെക്കുക. കേന്ദ്രം തുറന്ന മനസ്സോടുകൂടി കേന്ദ്രത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, തുറന്ന സമീപനത്തോടുകൂടി ആശാവർക്കർമാരുടെ ഡിമാൻഡ് കേൾക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാനം അവരുടെ കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ആശാവർക്കർമാരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവണം. പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ സമരം നടത്തുക. ഇവരുടെ പ്രശ്നം എന്താ? CITO അല്ല ഈ സമരം നടത്തുന്നുള്ളതാണ്. ഇത് ആർക്കായി? കേരളത്തിൽ സാമാന്യം 3 നേരം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് CITO ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. എനിക്കറിയാം, സ്മൃതി അടക്കൂടെ പറയുകയുണ്ടായി, ചിലപ്പോൾ ഇത് 3-4 മാസം കഴിയുമ്പോൾ ഇത് പരിഗണിച്ചേക്കാവുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ രാഷ്ട്രീയം കളിക്കേണ്ടതാണോ പാവപ്പെട്ട സ്ത്രീകളുടെ ഈ പരിദേവനം? അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ VPP മുസ്തഫയോട് ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ നിലപാട് എന്താണ് ഈ സമരത്തിൽ? അവർക്ക് വേതനം കൂട്ടിക്കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഭിപ്രായം വർധന ആവശ്യപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ സമരങ്ങൾക്ക് CITO നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ VPP മുസ്തഫ മറുപടി പറയേണ്ടതുണ്ട്. ഈ അനുഭാവപൂർവ്വമായി ചില കാര്യങ്ങളെങ്കിലും ഇവരുടെ കാര്യത്തിൽ പരിഗണിച്ചു, ആശമാരുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളെടുത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്താണ് ഈ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എന്ത് കാര്യങ്ങളാണ് മുന്നോട്ട് പോയത്? വ്യക്തത വേണം. തിരിച്ച് മടങ്ങിയെത്താം. ശ്രീ VPP മുസ്തഫ, മന്ത്രി പറഞ്ഞത് ആശമാരുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. ഇനി ഈ ഓണറേറിയത്തിലെ 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് സമരവുമായി ബന്ധപ്പെട്ടല്ല, സമരം ചെയ്തുകൊണ്ട് ഒരു നേട്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആലോചനകൾ തുടങ്ങിയിരുന്നു. ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു. അപ്പോൾ ഈ സമരം കൊണ്ടല്ല ഇതൊന്നും. ഇവിടെ BJPയുടെ പ്രതിനിധി വലിയ സാരോപദേശമാണ് നൽകിയിരിക്കുന്നത്. വലിയ ചോദ്യങ്ങൾ, ഗംഭീര ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കർഷകരുടെ സമരം നടന്നു. സർക്കാരിനൊന്നും കിട്ടണ്ട,
അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊരു ന്യായ വില കിട്ടണം. അതിനൊരു മിനിമം സപ്പോർട്ട് പ്രൈസ്, അതിൻ്റെ പോളിസി പ്രഖ്യാപിക്കേ വേണ്ടു. അല്ലാതെ ഒരു ഉറപ്പിക സർക്കാരിൻ്റെ ഖജനാവൊന്നും കൊടുക്കണ്ട. ആ സമരം എത്ര കാലമാണ് നീണ്ടുപോകേണ്ടി വന്നത്? ഒരു വർഷത്തിലേറെ. എത്ര കർഷകർ, നമ്മളെല്ലാം അന്നമൂട്ടുന്ന എത്ര കർഷകർ മരിച്ചു വീണു ഡൽഹിയിൽ, ഹരിയാനയുടെ അതിർത്തിയിൽ. അവിടെ ഈ തണുപ്പും വലിയ തെറ്റായ കാര്യം പറയല്ലേ, കർഷകരുടെ സമരം അതിനു വേണ്ടിയല്ല. പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. തെറ്റായ കാര്യം പറയരുത് സാർ. അല്ല, താങ്കൾ പച്ചയായ കള്ളം പറഞ്ഞാൽ ഞാനതുകൊണ്ട് ഇടപെട്ടുന്നേ ഉള്ളൂ. സോറി. അല്ല, കർഷക സമരം പിന്നെ എന്തിനായിരുന്നു? താങ്കൾ പെരും നുണകളാണ് പറഞ്ഞത്, BJPയുടെ പ്രതിനിധി. കാരണം BJP നുണയെ പറയൂ, ചരിത്രം പോലും നുണയാക്കുന്നവരാണ് നമ്മുടെ ചരിത്രം. മുസ്തഫ, കർഷക സമരം നമ്മൾ ആ നിലയ്ക്ക് ഗൗരവത്തോടെ കണ്ട വിഷയമാണ്. കർഷക സമരങ്ങളിൽ എത്ര ദിവസം നമ്മൾ ചർച്ചകൾ നടത്തി, എത്ര ദിവസം നമ്മൾ ഇതിനോട് പ്രതികരിച്ചു, ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച എത്ര രാഷ്ട്രീയ പാർട്ടികൾ അവരോട് ചേർന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ നീട്ടേണ്ട ഒരു സമരമായിട്ടാണോ ഈ ആശമാരുടെ സമരത്തെ കാണുന്നത്? ഈ സമരത്തിന് ഇത്ര നീളമല്ലേ ആയിട്ടുള്ളൂ, അവിടെ എത്ര ഒരു വർഷം നിന്നില്ലേ എന്നാണോ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്? BJPയുടെ പ്രതിനിധിയുടെ സാരോപദേശത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സമരം അത്ര നീളണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെയൊക്കെ സാരോപദേശം ഒരു തടസ്സവുമില്ലാതെ, അവതാരകയുടെ ഒരു തടസ്സവുമില്ലാതെ പച്ച നുണകളായി പെയ്തു വീഴുകയായിരുന്നു. അവിടെ മന്ത്രി പോയിട്ട്, മന്ത്രിയും മന്ത്രിയുടെ പുത്രനും പോയിട്ട് സംസ്ഥാന ഗവൺമെന്റ് ആണോ? അദ്ദേഹം പറയട്ടെ. നിങ്ങൾ കള്ളം അല്ല, അദ്ദേഹം കള്ളങ്ങൾ നിരത്തുമ്പോൾ എങ്ങനെ സ്മൃതി ഇടപെടാതിരിക്കുക? കേരളത്തിൽ നെല്ലിൻ്റെ വില ആരാ കൊടുക്കുന്നത്? നിങ്ങൾ ആശമാരുടെ സമരം പറഞ്ഞപ്പോൾ നെല്ലിൻ്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ കർഷകരുടെ കാര്യത്തിലേക്ക് പോയതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ആർക്ക്? ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും. പ്രധാനമന്ത്രി ആ സമരക്കാരെ തിരിഞ്ഞു നോക്കിയില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തുണ്ടായ അനുഭവം. എന്നിട്ട് അവർ വന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ വലിയ നിലയിൽ ജനാധിപത്യവും സമരം എങ്ങനെയാണ് തീർക്കേണ്ടത് എന്ന ഉപദേശമൊക്കെ തരുന്നത്. ഇനി നെല്ലിൻ്റെ താങ്ങുവില ആരാണ് കൊടുക്കുന്നത്? 28 രൂപ കേരളത്തിലെ ഒരു കർഷകന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും 1600 കോടി രൂപ ആ നെല്ലിൻ്റെ താങ്ങുവില കർഷകന് ഈ ഫെബ്രുവരി മാസം വരെ സംഭരിച്ച നെല്ലിൻ്റെ വില കൊടുത്തു. മാർച്ച് മാസം സംഭരിച്ചതിന്റെ വിലയെ ഇനി കൊടുക്കാനുള്ളൂ കേരളത്തിൽ. പക്ഷെ നിങ്ങൾ 1600 കോടി രൂപ തരാനുണ്ട്. അതിൽ എത്ര രൂപയാണ് നിങ്ങളുടെ? നിങ്ങളുടെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ആശാവർക്കർമാരുടെ കാര്യത്തിൽ എന്താണോ പറഞ്ഞത്, സമാനമായ പച്ചക്കള്ളം നിങ്ങൾ ഇനി ഇത് പ്രചരിപ്പിക്കരുത്. നിങ്ങളുടെ മുഖ്യമന്ത്രി രാജ്യത്തിലെ ധനമന്ത്രിയെ കാണുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ ഇരുന്ന് കേന്ദ്ര അവഗണനയെ പറ്റി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള കാലം കഴിക്കാൻ കഴിയില്ല. VPP മുസ്തഫ, കേരളം തിരിച്ചറിഞ്ഞിരിക്കുക. ആശാവർക്കർമാരുടെ സമരം, വയനാട്ടിലെ സമരം, നെൽകർഷിക്കാരുടെ വിഷയം, നിങ്ങൾ ആരുടെ അടുത്തായി കള്ളം പറയുന്നത്? കേരളത്തിൽ സംഭാവന എത്ര? 5 രൂപയാ നിങ്ങൾ കൊടുക്കുന്നത്. നമുക്ക് ആശാ സമരത്തിലേക്കാണ് വരേണ്ടത്. അല്ല, അദ്ദേഹത്തോട് ആശാവർക്കർമാര് അവർക്ക് അവരുടെ സമീപനം പറയാൻ പറയൂ. ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിന് മുൻപ് തന്നെ ഈ 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഒരു ആലോചന സർക്കാർ നടത്തിയിരുന്നെന്നും അതിന്റെ ഭാഗമായിട്ട് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു എന്നൊക്കെ മന്ത്രി വിശദീകരിക്കുകയാണ്. പിന്നെ എന്താണ് ഇവരുടെ കാര്യത്തിൽ പരിഗണിക്കുന്നത്? എന്താണ് ഇവർ പറയുന്നതിൽ എന്ത് കാര്യമാണ് കേൾക്കുന്നത് സർക്കാർ? എനിക്ക് സ്മൃതി, കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ 3 തവണ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ ഒരു പ്രയാസകരമായ അനുഭവം. ഒരു ജനാധിപത്യ മര്യാദ വേണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നില്ല. അത് നിങ്ങളെല്ലാം പറയുന്നത് വളരെ വസ്തുതാപരവും ഒരു സത്യസന്ധവുമായതുകൊണ്ടല്ലോ. കാരണം നിങ്ങളുടെ സ്പ്ലോട്ടിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടാതിരിക്കുക, അതാണ് മര്യാദ. നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, ശരിയല്ലെങ്കിൽ ഞാൻ എനിക്ക് അനുവദിക്കുന്ന സമയത്ത് സംസാരിക്കുക. ഞാൻ അങ്ങയോട് തന്നെയാണ് ചോദിച്ചത്, അങ്ങയുടെ അവസരമാണെന്നാണ് ആവർത്തിക്കുകയും ചെയ്തത്. നമ്മുടെ വിഷയം ഇതായതുകൊണ്ടും നമ്മുടെ സമയം കുറവുള്ളതുകൊണ്ടും നമുക്ക് ഈ വിഷയത്തിൽ നിൽക്കേണ്ടതുണ്ട്. നമ്മൾ 38ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണല്ലോ.
അപ്പൊ അദ്ദേഹത്തോട് ഇടപെടാതിരിക്കാൻ പറയണ്ടേ? പറഞ്ഞു, അതല്ലേ പറഞ്ഞത്. പറഞ്ഞു, എനിക്ക് സമയം തന്നിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറയുകയാണല്ലോ ചെയ്തത്. ഇനി പറഞ്ഞോളൂ, സമയം കളയണ്ട. ഇവിടെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കള്ളം പറയുന്നു. JP നദ്ദ എന്ന് പറയുന്ന BJPയുടെ പ്രസിഡന്റ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പരമസത്യം പറയുന്നു. എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ മുന്നിൽ ഇല്ലേ? ഇതൊക്കെ കണ്ടിട്ടും, അതൊക്കെ വസ്തുതാപരമായി കണ്ടിട്ടും, അതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ മുന്നിൽ, കേന്ദ്രമന്ത്രി പാർലമെന്റിൽ സംസാരിക്കുന്നത്, ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നത്, രേഖകളെല്ലാം മുന്നിൽ വന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയാൻ BJPക്ക് കഴിയൂ. കാരണം അത്രമാത്രം കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ്. പാർലമെന്റിനകത്ത് കേന്ദ്രമന്ത്രി പറയുന്നു കേരളത്തിന് 1 രൂപയും കൊടുക്കാനില്ല ആരോഗ്യവകുപ്പ്. പാർലമെന്റിൽ രാവിലെ നടത്തി. അതിന്റെ ചൂടാറുന്നതിന് മുമ്പേ നിയമസഭയിൽ രേഖകൾ വെച്ച് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു, ഇതാ രേഖകൾ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു, പണം തരുന്നില്ല. ഈ ആശമാരുടെ ഇൻസെന്റീവ് അത് 3000 രൂപയാണ് ആകെ ഫിക്സഡ് ഇൻസെന്റീവ്. അതിൽ 60% തരാനുള്ളൂ. 104 കോടി രൂപ അതുൾപ്പെടെ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി 634 കോടി രൂപ. ഇതാ 2023-24 വർഷത്തേത്, ഒറ്റ വർഷത്തേത് കിട്ടാനുണ്ട്. കണക്കുകൾ വെച്ചിട്ട് പറഞ്ഞല്ലോ. ആരോഗ്യവകുപ്പ് നദ്ദ എന്ന് പറയുന്ന BJP പ്രസിഡന്റ് പാർലമെന്റിൽ രാജ്യസഭയിൽ പറഞ്ഞ പച്ചക്കള്ളം അവിടെ നിയമസഭയിൽ രേഖകൾ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി പൊളിച്ചു കൊടുത്തില്ലേ? അതിന് പകരം രേഖകൾ കൊണ്ടുവരാൻ ഇന്ന് വരെ നിങ്ങൾക്ക് കഴിഞ്ഞോ? ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ ടേബിൾ ചെയ്ത രേഖകൾ വസ്തുതാപരമല്ല. ഇതാ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ രേഖയുണ്ട്. പകരം പറയാൻ കഴിഞ്ഞോ? ഒരു രേഖയും ഇല്ലാതെ വെറുതെ രാഷ്ട്രീയ പ്രസ്താവന. ആ രാഷ്ട്രീയ പ്രസ്താവനയല്ലേ ഇന്നലെ രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ നടത്തിയത്, ഈ കേരളത്തെ ആകെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ രാഷ്ട്രീയ പ്രസ്താവന നടത്തിയത് കൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മുന്നിൽ വസ്തുത വേണ്ടേ? ഇനി രണ്ടുപേരും പറഞ്ഞതാണ് LDF അങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നവരുമായിട്ടൊക്കെ ഇരുന്ന് അനൗദ്യോഗികമായി ചായ കുടിക്കാനും ആ പറയുന്ന കാര്യങ്ങൾ, ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് പുറത്തേക്ക് പറയാതിരിക്കാനും ഒക്കെ നിങ്ങൾക്കും കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആ സൗഹൃദം അവിടെ നിൽക്കട്ടെ. ഇവിടെ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങളിൽ സംസ്ഥാനം ചെയ്യാത്ത കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം. ഇവിടെ സംസ്ഥാന സർക്കാരിനോടാണ് ആശമാരുടെ ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോടാണ്. സംസ്ഥാന സർക്കാർ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പരിഗണന മറ്റു പല ഘടകങ്ങളിലും മറ്റു പല ആളുകൾക്കും മറ്റു പല സംവിധാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അത് ആശമാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ 5 പൈസയില്ല നിങ്ങൾക്ക് തരാൻ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കൂട്ടിക്കൊടുക്കുന്ന സന്ദർഭവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അവരിന്നും അത് ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നവർക്ക് ബോധ്യമാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ കേന്ദ്രം ഇവരെ തൊഴിലാളികളായി കണക്കാക്കണം. ഇതൊക്കെ ശരി തന്നെ. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം എന്താണ്? അവരിപ്പോൾ അടിയന്തരമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം എന്താണ്? ഓണറേറിയം കൂട്ടുക, 5 വർഷം ഇവർ വിരമിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം അവർക്ക് കൊടുക്കുക. ഇതാണല്ലോ അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതുപോലെ ഈ 10 മാനദണ്ഡങ്ങളും ഇതാണല്ലോ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ തന്നെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഈ കേരളത്തിലെ സമരമാകുമ്പോൾ അത് കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വേറെ രൂപത്തിലേക്ക് അത് കൊണ്ടുപോകുക. ഇതെങ്ങനെയാണ് ശരിയാവുക? യഥാർത്ഥത്തിൽ അവരെ തൊഴിലാളികളായി അംഗീകരിക്കുന്ന ആവശ്യം നിങ്ങൾ എപ്പോഴാണ് ഉന്നയിച്ചിട്ടുള്ളത്? ഈ സമരം തുടങ്ങുമ്പോഴല്ലേ അത് പറയുന്നത്? ആശമാർ സമരം ചെയ്യുമ്പോഴല്ലേ അത് പറയാൻ തുടങ്ങിയത്? അത് നിങ്ങൾക്ക് നേരത്തെ ഉന്നയിക്കാമായിരുന്നല്ലോ. സ്മൃതി കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാവുമല്ലോ. ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യം ആവശ്യപ്പെട്ടത് CITU ആണ്. അങ്ങനെ 2012-13 UPA ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് CITU, ആശമാരുടെ സംഘടന മാത്രമല്ല, CITUവിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഇന്ത്യൻ ലേബർ കോൺഗ്രസിൽ ഇവർ ആക്ടിവിസ്റ്റുകൾ മാത്രമാണ് ഇപ്പോഴും ബൈലോ അനുസരിച്ചിട്ട്, കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ചിട്ട്. എന്നിട്ട് പോലും ഇന്ത്യൻ ലേബർ കോൺഗ്രസിൽ ആശമാരുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് 2012-13 ഇന്നത്തേതിനും ഒരു ദശകം മുമ്പേ അതവിടെ. 2, കേരളത്തിൻ്റെ 2021 LDFിൻ്റെ പ്രകടന പത്രികയിൽ എന്തോ ആശമാരുടെ വേതനം 21,000 ആക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവർ വായിക്കാത്തോണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാടും അരുൺകുമാറും വേണു ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് അതിനകത്ത് അരുൺകുമാർ പറഞ്ഞ ആ വീഡിയോ ക്ലിപ്പ് എന്താണ് LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധിക്കൊന്ന് സ്മൃതി അയച്ചു കൊടുക്ക്. അവരത് കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ആശമാർ, അംഗനവാടിക്കാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും മിനിമം വേജസ്
മിനിമം വേജസ് കേരളത്തിന്റെ ജീവിത നിലവാരത്തിനനുസരിച്ച് 700 രൂപയാക്കണം. ഇന്ത്യയിൽ ഒരിടത്തുമില്ല കേട്ടോ. ദേശീയ തലത്തിൽ പോലും ഇപ്പോഴും 300 രൂപയിൽ താഴെയാണ് മിനിമം വേജസ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ അത് 600-നടുത്ത് എത്തിയിട്ടുണ്ട്. 700 രൂപയാക്കണം, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ആ മിനിമം വേജസ് കിട്ടണമെങ്കിൽ, അങ്ങനെ 700 രൂപയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ അവർ എംപ്ലോയി അല്ലെങ്കിൽ വർക്കർ ആകണം. ഇപ്പോൾ അവർ ആക്ടിവിസ്റ്റ് മാത്രമാണ്. 21,000 രൂപ വേതനവും തൊഴിലാളിക്ക് ലഭിക്കുന്ന മറ്റാനുകൂല്യങ്ങളും എല്ലാം ലഭിക്കണമെങ്കിൽ അവരാകണം. ഇത് 2012-13 ഇന്ത്യൻ ലേബർ കോൺഗ്രസിൽ അവതരിപ്പിച്ചവരാണ് CITU എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇനി ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പോകുന്നത്. അങ്ങനെ 2021 പ്രകടന പത്രികയിലും 2016 പ്രകടന പത്രികയിലും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഓരോ വർഷം വെച്ച് പരിശോധിക്കുകയും അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാക്കിയിട്ട് ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. അല്ലാതെ പ്രകടന പത്രിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് വെറും ഒരു ആവേശമല്ല. ശരിയായിക്കോട്ടെ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നിയമസഭയിൽ, ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ നിയമസഭയിൽ ഇപ്പോൾ ഈ സമരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചിരിക്കുന്ന എളമരം കരീം തന്നെ ഈ ഓണറേറിയം 10,000 ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലേ നിയമസഭയിൽ? അന്ന് നിങ്ങൾ പ്രതിപക്ഷത്താണ്, ആവശ്യപ്പെട്ടിട്ടില്ലേ? ഞങ്ങൾ ആ നിലപാട് തന്നെയാണ്. ഇത് അപ്പൊ എന്താണ് 7,000 നല്ലൊരു തുകയാണെന്നും 13,250 രൂപ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നും ആവർത്തിച്ച് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ആ തുക കൊണ്ട് നന്നായി ജീവിക്കുന്നുണ്ട് ഇവരെന്ന് നിങ്ങൾക്ക് പറയാമോ? നിങ്ങളിപ്പോൾ പറയുന്ന ഈ അങ്കണവാടി ജീവനക്കാരും ഇപ്പോൾ ഇറങ്ങിയല്ലോ തെരുവിൽ, അവരും ജീവിക്കാനുള്ള സമരത്തിലേക്ക് ഇറങ്ങിയല്ലോ. ആശമാരുടെ സമരം 10-11 വർഷം മുമ്പ് നടന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ രാപ്പകൽ സമരം ഉണ്ടായിരുന്നു ആശമാരുടെ. എന്തിനു വേണ്ടിയിട്ടാ? അന്ന് എന്തായിരുന്നു സർക്കാർ എടുത്ത, അന്നത്തെ UDF സർക്കാർ എടുത്ത നിലപാട്? നേരത്തെ വലിയ നാൾ വഴിയൊക്കെ UDF പ്രതിനിധി പറഞ്ഞല്ലോ. അവിടെ സമരം കിടന്നപ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശിവകുമാർ എടുത്ത സമീപനം എന്താണ്? 500 ഉണ്ടായിരുന്നത് 1000 മാറ്റാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ആശമാർ CITUവിന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. അങ്ങനെ സമരം ചെയ്തിട്ടാണ് 2015 അത് 1000-ൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അന്നത്തെ ജീവിത സാഹചര്യം ശ്രീ VPP മുസ്തഫ 2025 നിൽക്കുമ്പോൾ ജീവിത സാഹചര്യം എത്ര മാറി? എല്ലാവരും ജീവിത നിലവാരം ഉയർത്തുന്നു, അവർക്ക് മാത്രം ഉയരണ്ട എന്നാണോ? അവർ 13,500-ൽ ജീവിച്ചാൽ മതിയോ? അതെല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നെങ്ങനെ പറയാൻ പറ്റും? അത് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നു, അവരുടെ അനുഭവം പറയുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വലിയ ജോലിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡായി മറ്റ് ജോലികൾ ചെയ്യാം, നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതൽ ജോലി ഇവിടെ ഇല്ല എന്നെങ്ങനെ പറയാം? അവർ പറയുന്നത് കേട്ടില്ല, അവർ അനുഭവമല്ലേ പറയുന്നത്? അവർ കളവാണോ പറയുന്നത്? ഈ സമരത്തിലിരിക്കുന്ന ആശമാർ കളവാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ടോ ശ്രീ VPP മുസ്തഫ നിങ്ങൾക്ക്? അങ്ങനെ 1000 ഉണ്ടായത് ഈ 6 വർഷം 7 വർഷത്തിനിടയിൽ 7,000 രൂപയിൽ എത്തിച്ചു. മറ്റ് ഇൻസെന്റീവുകളും എല്ലാം കൊടുക്കുന്നു. എന്നാൽ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് LDF പറയുന്നത് പോരാ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് മതി എന്നല്ല പറഞ്ഞത്. ഇതുകൊണ്ട് തൃപ്തികരമായിട്ട് എല്ലാം ആകുമെന്നല്ല പറഞ്ഞത്. ഇത് പോരാ എന്നുള്ളത് കൊണ്ടാണ് മിനിമം വേജസ് കേരളത്തിലെ അസംഘടിത മേഖലയിൽ 700 രൂപയാക്കണം എന്നുള്ള നിലപാട് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജീവിത നിലവാരത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ബീഹാറിൽ കൊടുക്കുന്ന നിങ്ങൾക്ക് ആശമാരുടെ കാര്യം കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ കേന്ദ്രത്തിൽ കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്ന KV തോമസ് കാര്യങ്ങൾ പഠിക്കാതെ പോയി കേന്ദ്ര ധനമന്ത്രിയെ കാണുന്നു. എന്നിട്ട് എന്താണ് ഇവരുടെ കണക്ക് ചോദിക്കുമ്പോൾ കണക്കറിയില്ല എന്ന് പറയുന്നു അല്ലേ? അതിനുശേഷം ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലും ഈ വിഷയം ഉന്നയിക്കപ്പെടാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം KV തോമസ് ഈ വിഷയം കൃത്യമായി അവതരിപ്പിക്കാത്തതുകൊണ്ടാണെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം കൂട്ടുന്നതിലും അദ്ദേഹത്തിന്റെ യാത്രാപത്ത കൂട്ടുന്നതിലും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. ഈ മുണ്ട് മുറുക്കിക്കൊണ്ട് അതൊക്കെ കൂട്ടിക്കൊടുക്കാൻ പറ്റിയല്ലോ. അതാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു എന്ന്. എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് രാജ്യസഭയിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും അദ്ദേഹം പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ എല്ലാം കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതിനെതിരെ അവകാശ ലംഘനത്തിനുള്ള പ്രമേയം അവിടെ രാജ്യസഭാ ഉപാധ്യക്ഷന്റെ പരിഗണനയിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട്. വാങ്ങിക്കാനുള്ളത് വാങ്ങിച്ചെടുക്കും. ഇനിയും വാങ്ങിച്ചെടുക്കാൻ വേണ്ടി അടുത്തയാഴ്ച കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് എന്ന വിവരവും ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വീണ ജോർജ് സമരത്തിനിരിക്കുകയല്ല, അവിടെ പോയി കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാമെന്നാണ് പറയുന്നത്. ശരി എന്നുള്ളത് തന്നെയാണ് ഇത് പോരാ എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഇനിയും വർദ്ധിപ്പിക്കണം.
ശരി, ഷിബു മീരാനിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അറിയാം ഷിബു മീരാൻ, ഇപ്പോൾ ശ്രീ VPP മുസ്തഫ പറയുന്നത് കേട്ടല്ലോ, സമരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണങ്ങളിൽ ഒരു മയപ്പെടലുണ്ട്. കൂട്ടേണ്ടതുണ്ട്, ഇവരുടെ ഓണറേറിയം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർക്ക് കിട്ടുന്ന തുക കൂട്ടേണ്ടതുണ്ട്, പക്ഷേ കൂട്ടേണ്ടത് ഞങ്ങളല്ല, കേന്ദ്രമാണ്. സ്മൃതി, ഈ സമീപനം മൃദുവായി എന്ന് പറയും. ഇപ്പം ഈ കർഷക സമരത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും പറഞ്ഞല്ലോ. ഈ കർഷക സമരത്തിൻ്റെ സ്ഥാനത്ത് ആശാസമരമെന്നും പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രി എന്നും കേന്ദ്രത്തിൻ്റെ സ്ഥാനത്ത് കേരളമെന്നും ചേർത്ത് വായിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വർഷത്തോളം നീണ്ടു നിന്ന കർഷക സമരത്തോട് കേന്ദ്രം സ്വീകരിച്ചു എന്ന് ഞാനും VPP മുസ്തഫയൊക്കെ പറയുന്ന തുല്യ അളവിൽ വിമർശിക്കുന്ന ആ തെറ്റായ സമീപനത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് കാണിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി ചർച്ച ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ വരെ കണ്ടിട്ടുണ്ട്? അന്ന് ചർച്ച നടത്തിയത് മൻസുഖ് മാളവ്യ മറ്റായിരുന്നു. ഇപ്പോൾ ചർച്ച നടന്ന പിന്നെ എന്താണ് ആരോഗ്യമന്ത്രി? എന്താ മുഖ്യമന്ത്രിക്ക് ഇവരെ ഒന്ന് കണ്ടിട്ട് ചർച്ച നടത്തി ഈ വിഷയം പരിഹരിച്ച എന്താ കുഴപ്പം? അവിടെ അതിർത്തിയാണ് നടത്തിയത്, ഡൽഹിയിലേക്കുള്ള അതിർത്തി. മിനിഞ്ഞാന്നോ മറ്റേ ഇവർ സമരം നടത്തുമ്പോൾ ഇവരുടെ കയ്യിൽ തൽക്കാലം ഈ അതിർത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളപ്പിലെ കക്കൂസ് കൂട്ടി അതിന്റെ താക്കോൽ കയ്യിൽ വെക്കുന്ന അവിടെ വെറുതെ വിചാരിക്കുകയാണ് ശ്രീ ഷിബു മീരാൻ. A. വിജയരാഘവൻ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് പ്രതികരണം. ആശാസമരം നടത്തുന്നത് യഥാർത്ഥ ആശകളല്ല. റോസമ്മ കേൾക്കണം, ക്യാഷ് കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. 500 ആളുകളെ എവിടെ നിന്നൊക്കെയോ പിടിച്ചുകൊണ്ടുവന്ന് ക്യാഷും ചോറും കൊടുത്തിരുത്തിയിരിക്കുകയാണ്. അവർ പോവുകയൊന്നുമല്ല, 6 മാസത്തെ സമരമാണ്. ആശ കഴിഞ്ഞാൽ അംഗനവാടിയെ പിടിച്ചുകൊണ്ടുവന്നിരുത്തും. ആശാസമരം ഗൂഢാലോചന, മൂന്നാമതും ഇടതുപക്ഷ ഭരണം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. പൊളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ പ്രസ്താവനയാണ്. ആദ്യം റോസമ്മ ഒന്ന് പ്രതികരിക്കൂ. ഇവരെന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞങ്ങളുടെ ന്യായമാണോ, ഞങ്ങളുടെ വസ്തുതാപരമായ ന്യായമാണോ എന്നല്ലേ അന്വേഷിക്കാനുള്ളത്. ഞങ്ങളുടെ എണ്ണം എന്നേ ഷോർട്ട് ചെയ്ത് സംസാരിക്കുക ഇവർ. ഇന്ന് വരെ ഇവർ ന്യായമായ ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ സമരത്തിനിറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ആദ്യം അവർ പറഞ്ഞു CIT യൂണിയൻകാരില്ലാതെ ഇവർ സമരം ചെയ്ത് നേടുന്നൊന്നും നമുക്ക് കാണാം. പിന്നീട് അവർ പറഞ്ഞു ഈർക്കിലി പാർട്ടിയാണെന്ന്. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അവരെന്തൊക്കെയാണ് പറഞ്ഞത്. അതിനെയെല്ലാം നഖശിഖാന്തം ഞങ്ങൾ എതിർത്ത് ധൈര്യമായി മുന്നോട്ട് പോയി. നിങ്ങൾ നാളെ നിരാഹാര സമരം തുടങ്ങുകയാണല്ലോ. നാളെ നിരാഹാരം 3 പേർ വീതം നിരാഹാരം ഇരിക്കുന്നു. അതപ്പോൾ നിരാഹാരം ഇരുന്ന് 3 നേതാക്കൾ തളർന്നു കഴിയുമ്പോൾ അടുത്ത 3 പേർ എന്നതാണോ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങളുടെ സമരം ഒരു 6 മാസത്തേക്കുള്ള പ്ലാൻ ആണെന്നാണ് വിജയരാഘവൻ പറയുന്നത്. അതെ, അവരാണല്ലോ ഞങ്ങൾ സമരം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങൾ സമരം ചെയ്യുന്നു. ഫെബ്രുവരി 6-ാം തീയതി അവർ അനിശ്ചിതകാല സമരം നിർമ്മിച്ചു. അവർ യഥാർത്ഥ ആശമാരെ കൂട്ടിക്കൊണ്ടാണല്ലോ അന്ന് അവർ വന്നത്. അന്നേരം AGS ഓഫീസിൻ്റെ മുൻപിൽ സമരം നടത്തിയപ്പം രാപകൽ സമരം പറഞ്ഞുകൊണ്ട് പോയിട്ട് NHM ഓഫീസിൻ്റെ ഫ്രണ്ടിൽ രാപകൽ സമരം എന്ന് പറഞ്ഞിട്ട് അവരൊരു 3.25 മണിക്കൂർ നേരം അവിടെ ഇരുന്നായിരുന്നു. അപ്പോഴവർക്കറിയാമല്ലോ യഥാർത്ഥ ആശമാർ വന്നിട്ട് എന്തുകൊണ്ട് അവിടെ ഇരുന്നില്ല. ഞങ്ങളൊക്കെ കൂലിക്കെടുത്ത ആശമാരാണ്, ശരിയാ, സമ്മതിച്ചു. ഞങ്ങൾ ഈ 38 ദിവസം കൊണ്ട് രാപകലില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ യഥാർത്ഥത്തിലുള്ള ആശമാർ വേതനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ വന്ന് രാപകൽ സമരം നടത്തിയിട്ട് 3.25 മണിക്കൂർ കൊണ്ട് JPHമാരെയും JHമാരെയും സർക്കാരിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കുറ്റം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയല്ലോ. എന്നിട്ട് അവരെന്തെങ്കിലും നേടിയോ? അപ്പം ഞങ്ങൾ യഥാർത്ഥ ആശമാരല്ല, ശരിയാ, സമ്മതിച്ചു. ഞങ്ങൾ കൂലിക്ക് വന്നവർ തന്നെയാണ്. ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയത് തട്ടിപ്പുകാരെ വിളിച്ചിട്ടാണോ? എന്തൊരു അധിക്ഷേപമാണ് ശ്രീ VPP മുസ്തഫ നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ അംഗം ചെയ്യുന്നത്? അതെ. അപ്പോഴ് ആരോഗ്യമന്ത്രി തട്ടിപ്പുകാരുടെ പ്രതിനിധികളെ വിളിച്ചാണോ എന്ന് ചർച്ച നടത്തിയത്? അതാണല്ലോ അദ്ദേഹം പറയുന്നത്. യഥാർത്ഥം മറച്ചു വെക്കാൻ ശ്രീ VPP മുസ്തഫ പറയട്ടെ. രാഷ്ട്രീയമായിട്ട് വരുന്ന ഇടതുപക്ഷ സർക്കാരിനും CPIM-നുമെതിരെ രാഷ്ട്രീയമായിട്ട് വരുന്ന വിമർശനങ്ങൾക്കെതിരെ രാഷ്ട്രീയമായിട്ടുള്ള മറുപടികൾ ഉണ്ടാകും. അവരുടെ ആവശ്യം ഉന്നയിച്ച് ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആശമാർ തെരുവിൽ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് താങ്കൾ അടക്കം പറഞ്ഞു. അവരുടെ ആവശ്യം അംഗീകരിക്കേണ്ടതാണ്, നടപ്പാക്കേണ്ടതാണെന്ന് താങ്കൾ അടക്കം പറയുന്നു. എന്നിട്ട് ഒരു വശത്ത് അപ്പുറത്തുനിന്ന് ഒരു നേതാവ് പറയും SDP-യും ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവർക്ക് പിന്നിലെന്ന്. പിന്നെ മറുവശത്ത് പറയും ഇവർ കള്ള സമരക്കാരാണെന്ന്, ഇവർക്ക് ക്യാഷ് കൊടുത്ത് വന്നിരിക്കുകയാണെന്ന്. എങ്ങനെ പറയാൻ തോന്നുന്നു? ആ വെയിലും മഴയും കൊണ്ട് അവർ ക്ഷീണിച്ച് ശബ്ദമിടറി. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? കാണുന്നതല്ലേ.
38 ദിവസമായില്ലേ? ഈ കള്ളത്തരം കൊണ്ട് 38 ദിവസം ആരെങ്കിലും ഇരിക്കുമോ? ഇനി അങ്ങോട്ട് ഇരിക്കാൻ തീരുമാനിക്കുമോ? ഒരു മിനിറ്റ് ശ്രീ വി.പി. മൂസ, ഇതാണോ സ്ത്രീപക്ഷ സർക്കാർ? ഇതാണോ സ്ത്രീപക്ഷ സർക്കാർ? സമരത്തോടുള്ള സർക്കാരിൻ്റെ സമീപനം സർക്കാർ ആ നിലയിൽ ജനാധിപത്യപരമായിട്ട് തന്നെ ചെയ്യും. എന്നാൽ ആ സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും CPIM-നുമെതിരെ വരുന്ന രാഷ്ട്രീയമായ വിമർശനങ്ങളെ രാഷ്ട്രീയമായിട്ട് തന്നെ ആ പാർട്ടിയുടെ നേതാക്കൾ നേരിടും. അതിലൊന്നും തർക്കം വേണ്ട. CPIM-നെ വിമർശിച്ചുകൊണ്ടാണോ അവർ സമരം ചെയ്യുന്നത്? അവർ സർക്കാരിനോടല്ലേ അവർ ആവശ്യം ഉന്നയിക്കുന്നത്? അവര് ഈ ഗവൺമെന്റേ ഇനി പാടില്ല എന്നുള്ള നിലയിലൊക്കെയുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിൽ വന്നല്ലോ. ഇത് എന്ത് ഇടതുപക്ഷമാണ് എന്നുള്ള രാഷ്ട്രീയമായ ചോദ്യങ്ങൾ വന്നല്ലോ. സ്വാഭാവികമായിട്ടും അതിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ ഞങ്ങൾക്കും അവകാശമില്ല. അവകാശമില്ലേ? ആശയല്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? ഈ ചർച്ചയിലിരിക്കുന്ന റോസമ്മ തട്ടിപ്പുകാരിയാണെന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടല്ലോ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ലല്ലോ. അവിടെ ഇരിക്കുന്ന മുഴുവൻ വ്യക്തികളെയുമാണ്. സമരത്തിലിരിക്കുന്ന 400 പേർ, നിങ്ങളുടെ തുച്ഛക്കണക്ക്. അതേ ഒരു 100 കൂട്ടിയിട്ടുണ്ട്, 500 തട്ടിപ്പുകാർ അല്ലേ? നിങ്ങളിപ്പോ ചോദിച്ച പോലെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് സമരസംഘടനയുടെ നേതാവായി ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നതാരാ? ആശയാണോ? നിങ്ങൾ വിളിച്ചിട്ടല്ലേ? കേരളത്തിൽ എവിടെയാ ഒരു പുരുഷൻ ആശയായിട്ടുള്ളത്? ഒരു പുരുഷൻ ആരുടെ ആശയായിട്ടുള്ളത്? അപ്പൊ താങ്കൾ ചോദിക്കുന്ന പോലെ താങ്കളാണ് ഇപ്പൊ എന്നോട് ചോദിച്ചത്. അല്ല, താങ്കൾ എന്നോട് ഇപ്പൊ ചോദിച്ചത് എന്താ? റോസമ്മ തട്ടിപ്പുകാരിയാണോ? അപ്പൊ റോസമ്മ ഇന്ന് മന്ത്രിയുമായിട്ട് ചർച്ചയ്ക്ക് കൂട്ടി വന്ന സദാനന്ദൻ ആരാണ്? സദാനന്ദൻ ആശയാണോ? സദാനന്ദനെ ചർച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആശയുടെ പ്രതിനിധിയായിട്ട്. ആ സദാനന്ദൻ അങ്ങനെ ഒരു ആശയുണ്ടോ കേരളത്തിൽ ഈ 26,000-ഓളം ആശമാരുടെ കൂട്ടത്തിൽ? വിമർശനങ്ങൾ ഞങ്ങൾ നടത്തുന്നു. കാരണം എന്തൊക്കെ ന്യായമാണ് ശ്രീ വി.പി. മുസ്തഫ? ഷിബു മീരാൻ വേഗം താങ്കൾ പറ. അല്ല, ന്യായമല്ലോ. താങ്കൾ എന്നോട് റോസമ്മ ഇതാണോ എന്ന് ചോദിച്ചാൽ റോസമ്മ കൂട്ടിക്കൊണ്ടുവന്ന സദാനന്ദൻ ആരാണെന്ന് നിങ്ങൾ പറയണ്ടേ? റോസമ്മ പറയട്ടെ. ഷിബു മീരാൻ വേഗം. ശ്രീ വി.പി. മുസ്തഫ, എന്റെ അവസരം. ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റ് റോസമ്മ, വരാം. ഷിബു മീരാൻ പെട്ടെന്ന്. എന്റെ സമയമാണ് ശ്രീമതി. പെട്ടെന്ന് പറയൂ. ഈ വിജയരാഘവൻ ഈ CPM-ന്റെ കങ്കണ റാവത്ത അവർ പറഞ്ഞല്ലോ 100-150 വാങ്ങി. ഇവിടെ ഇങ്ങനെ പറയല്ലേ പൈസ വാങ്ങിയിട്ടാണ് സമരത്തിന് ഇരിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ വി.പി. മുസ്തഫ? സദാനന്ദൻ ചർച്ചയ്ക്ക് വന്നു. ഈ P. രാജീവ്, എളമരം കരീമൊക്കെ എത്ര ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റുമാരാ? ആയുസിലൊരു ദിവസം മേലാണെങ്കിൽ പണിയെടുത്തിട്ടാണോ ഇവർ ട്രേഡ് യൂണിയൻ നയിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും അറിയാത്തത്? ട്രേഡ് യൂണിയനിൽ അതിൽ ബന്ധപ്പെടാത്ത പലരും ആ യൂണിയന് നേതൃത്വം കൊടുക്കുന്നത് ഇതറിയാത്ത ആളാണ് വി.പി. മുസ്തഫ. അവരെ രാവിലെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തുക, അവരെ അധിക്ഷേപിച്ച് ഇറക്കി വിടുക, എന്നിട്ട് ഭൂലോക തോൽവി രാഘവനായ അവർ ഈ മട്ടിൽ അധിക്ഷേപം പറയാം. പിണറായി അവസാനിക്കും ഈ പാർട്ടിക്ക്. കണ്ടോ? റോസമ്മ എന്ന് പറഞ്ഞോട്ടെ. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന അഖിലേന്ത്യാ തലത്തിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞങ്ങളുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട സദാനന്ദൻ അവറുകൾ. ഇപ്പോൾ ഈ ഓരോ CIT യൂണിയൻ ആയിരുന്നാലും ഓരോ യൂണിയനും തൊഴിലാളി സംഘടനകൾക്കെല്ലാം തന്നെ അവരുടെ തലപ്പത്തിരിക്കുന്ന ഓരോ പ്രത്യേക ആൾക്കാരുണ്ടാകും. അപ്പം അതേപോലെ ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സംഘടനയുടെ യഥാർത്ഥ പ്രസിഡൻ്റാണ്, സംസ്ഥാന പ്രസിഡൻ്റാണ് സദാനന്ദൻ സാറ്. അപ്പോഴേ ഞാൻ ഇതിൻ്റെ ശരിയായിട്ടുള്ള വശങ്ങൾ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇത് കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട്. അതിനിടയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ ഈ ഒരുപാട് ചർച്ചകളിലൊന്നും ഇങ്ങനെ പങ്കെടുത്തിട്ടുള്ള ആളുകളൊന്നുമല്ല. എനിക്ക് ആശ എന്ന് പറയുന്ന ആ ഒരു അഫിലിയേഷനിൽ മാത്രം സംസാരിക്കാനേ എനിക്കറിയാവൂ. അപ്പോൾ ഞാനൊന്ന് പറയാം. ഈ സംഘടനയെ പറ്റി പറയുമ്പോൾ
ഇവരെന്ന് തൊട്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്? ഇവർ യഥാർത്ഥത്തിൽ തൊഴിലാളികളെ സ്നേഹിക്കുന്നവർ അല്ല. ഞങ്ങൾ തൊഴിലാളികളാണെന്ന് അംഗീകരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഘോരം പ്രസംഗിക്കുന്ന ഇവരൊന്നും യഥാർത്ഥ ആശമാരാണോ ഇല്ലയോ എന്നറിയാൻ ഈ 38 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് ഈ ആരോഗ്യമന്ത്രിക്കോ ഈ ധനകാര്യ വകുപ്പിനോ അതല്ല ഈ മുഖ്യമന്ത്രിക്കോ വന്ന് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ഒന്ന് പരിശോധിച്ചുകൂടെ? ഞങ്ങളിൽ എത്ര പേരവിടെ യഥാർത്ഥ ആശമാരുണ്ട്? 400 ആണോ 1000 ആണോ 500 ചോദിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി എളമരം കരീമിനെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം ഇലക്ട്രിസിറ്റി വകുപ്പിലാണോ എന്നൊരു ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നാളെ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് ആശമാർ. അപ്പോഴും വ്യാജന്മാരാണ്, യഥാർത്ഥ ആശമാരല്ല നിരാഹാരം ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അവരുമായിട്ട് ഇനി ചർച്ചയുണ്ടാകുമോ അതോ ഇനിയും അധിക്ഷേപം തുടരുമോ എന്ന് നമുക്ക് കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ VPP മുസ്തഫ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഷാജി രാഘവൻ, KP റോസമ്മ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.